സോ അടുത്ത ലെമ്മ നമ്മൾ പറയുന്നത് ഹാൻസ് ലെമ്മ. സോ ഹാൻസ് ലെമ്മ പറയുന്നത് സപ്പോസ് നമ്മൾ എക്സം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് എടുക്കുന്നു, ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷറും കൺസിഡർ ചെയ്യുന്നു. ഇനി അതുപോലെ നമ്മുടെ മെഷറബിൾ സെറ്റിനകത്ത് ഇ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മെഷർ 0യ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിട്ടാണ്, അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മെഷറാണ് ഇക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇക്കൊരു സബ്സെറ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും, അത് മെഷറബിളും ആയിരിക്കും, ഓൾസോ അതൊരു പോസിറ്റീവ് സെറ്റായിരിക്കും. അത് പോസിറ്റീവ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ എയുടെ സബ്സെറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും മെഷർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, അതേപോലെ തന്നെ എയുടെ മെഷറും പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് നോക്കാം. സോ നമുക്ക് തന്നിട്ടുണ്ട് എക്സം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് നമ്മൾ എടുക്കുന്നു, ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഇ എന്ന് പറയുന്നത് നമ്മളൊരു മെഷറബിൾ സെറ്റും നമ്മൾ എടുക്കുന്നു, അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ ഇയുടെ സബ്സെറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അവിടെ രണ്ട് കേസ് വരാം. ഇ എന്ന് പറയുന്ന സെറ്റ് ഒരു പോസിറ്റീവ് സെറ്റ് ആകാം, ആകാതിരിക്കാം. അപ്പോൾ സപ്പോസ് ഇ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു പോസിറ്റീവ് സെറ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെ മെഷർ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. സോ ഇൻ പർട്ടിക്കുലർ എ എന്ന് പറയുന്നതിൻ്റെ മെഷർ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും, എയുടെ സബ്സെറ്റുകൾ എന്ന് പറയുന്നത് ഇയുടെയും കൂടി സബ്സെറ്റാണ് എന്ന് പറയുമ്പം ഈ എയുടെ സബ്സെറ്റുകളെല്ലാം തന്നെ അപ്പോഴും പോസിറ്റീവ് മെഷർ തന്നെയായിരിക്കും. അതായത് ഈ ഒരു പോസിറ്റീവ് സെറ്റാണെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളായിട്ടുള്ള എല്ലാ എയും അതിൻ്റെ സബ്സെറ്റുകളുടെ എല്ലാത്തിൻ്റെ മെഷർ പോസിറ്റീവ് തന്നെയായിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ മെഷർ പോസിറ്റീവ് ആയിരിക്കും, അതൊരു പോസിറ്റീവ് സെറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പോസിറ്റീവ് സെറ്റാണെങ്കിൽ നമ്മളുടെ കേസ് എന്ന് പറയുന്നത് ഒബ്വിയസ് ആണ്. ഇനി അടുത്തത് സപ്പോസ് രണ്ടാമത്തേത് ഇ എന്ന് പറയുന്നത് ഒരു നോട്ട് പോസിറ്റീവ് സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് സെറ്റായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഈ ഒരു പോസിറ്റീവ് സെറ്റ് അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് സബ്സെറ്റുകളെങ്കിലും തന്നെ നെഗറ്റീവ് മെഷേഴ്സ് ഉള്ളവരും ഉണ്ടായിരിക്കും. ഓക്കെ, സോ സപ്പോസ് ഇതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന സെറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ E1 എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് E2 എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് E3 എന്ന് പറയുന്ന സെറ്റ്, എക്സെട്ര. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ഇങ്ങനെ E1ഉം E2ഉം E3 അങ്ങനെ കുറച്ച് സബ്സെറ്റുകളുണ്ട് ഇക്കകത്ത് പോസിറ്റീവ് മെഷേഴ്സ് അല്ലാത്തവർ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ സപ്പോസ് ഞാൻ M1 എന്ന് പറയുന്ന ലീസ്റ്റ് നാച്ചുറൽ നമ്പറിനെ കൺസിഡർ ചെയ്യുകയാണ്, സച്ച് ദാറ്റ് -1/M1 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ. M1 എന്ന് പറയുന്ന ലീസ്റ്റ് നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് -1/M1 എന്ന് പറയുന്ന ഒരു നമ്പറിനേക്കാളും ചെറിയ മെഷറുള്ള ഒരു സബ്സെറ്റ് ഈക്കകത്തുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ഉണ്ടെങ്കിൽ ആ സബ്സെറ്റിനെ ഞാൻ E1 എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ M1 എന്ന് പറയുന്ന ലീസ്റ്റ് നാച്ചുറൽ നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു സച്ച് ദാറ്റ് -1/M1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും മെഷർ കുറവുള്ള ഏതെങ്കിലും സെറ്റ് ഇക്കകത്തുണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ ആ സെറ്റിനെ ഞാനിപ്പോൾ ആദ്യം E1 എന്ന് വിളിച്ചു. സോ അപ്പം നമുക്കറിയാം E1 എന്ന് പറയുന്നത് ഇക്കകത്ത് കിടക്കുന്നയാളാണ്. സോ E1 ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ ആൻഡ് ന്യൂ ഓഫ് E1 എന്ന് പറയുന്നത് ലെസ് ദാൻ -1/M1 ആണെന്നറിയാം. ഇനി അതേപോലെ തന്നെ M2 എന്ന് പറയുന്ന അടുത്ത ഒരു ലീസ്റ്റ് നാച്ചുറൽ നമ്പറിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു സച്ച് ദാറ്റ് ഓക്കെ -1/M2 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും ചെറിയ മെഷറുള്ളത് E-E1, കാരണം E1ൻ്റെ മെഷർ നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ E-E1 ഈ ഇയിൽ നിന്ന് E1 ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സെറ്റിനകത്ത് -1/M2വിനേക്കാളും ചെറിയ മെഷറുള്ള ഏതെങ്കിലും സെറ്റുകളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സപ്പോസ് E2 എന്ന് അങ്ങനെ ഒരാളുണ്ട്, ആ ആളെ ഞാനിപ്പം E2 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം E2 ഉണ്ട്. അപ്പോൾ E2 എന്ന് പറയുന്നത് ഇയുടെ ഒരു E-E1ൻ്റെ ഒരു സബ്സെറ്റാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ന്യൂ ഓഫ് E2 എന്ന് പറയുന്നത് ലെസ് ദാൻ -1/M2 ആണെന്നും അറിയാം. ഓക്കെ, അങ്ങനെ എക്സെട്ര ഞാൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പം M1, M2 എക്സെട്ര Mn എന്ന് പറയുന്ന കുറേ നാച്ചുറൽ നമ്പേഴ്സിനെ കിട്ടും സച്ച് ദാറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് E1, E2 എക്സെട്ര N എന്ന് പറയുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സെറ്റുകളെയും എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സച്ച് ദാറ്റ് ഇപ്പോൾ സപ്പോസ് MK എന്ന് പറയുന്ന ഒരു ലീസ്റ്റ് നാച്ചുറൽ നമ്പർ
ഞാൻ എടുക്കുന്നു സച്ച് ദാറ്റ് -1/mkക്കാളും മെഷർ കുറവായിട്ടുള്ള ഈ വാല്യൂവിനേക്കാളും മെഷർ കുറവായിട്ടുള്ള ഒരു സബ്സെറ്റിനെയാണ് ഞാൻ ഈ കെ എന്ന് വിളിക്കുന്നത്. ഈ കെ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഈ മൈനസ് യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു 1 to k-1 ഇ ജെയ്ക്കകത്താണ് കിടക്കുന്നത്. ഓൾസോ ന്യൂ ഓഫ് ഇ കെ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ലെസ് ദാൻ -1/mk ആയിരിക്കും. അതായത് m1 m2 എക്സെട്ര mn എന്ന് പറയുന്ന കുറേ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് കിട്ടും. സച്ച് ദാറ്റ് ഇൻ ജനറലി നമ്മൾ പറയുകയാണ് mk എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ -1/mkക്കാളും ചെറിയ മെഷറുള്ള ഒരു സബ്സെറ്റ് ഉണ്ടായിരിക്കും. എവിടെ ഉണ്ടായിരിക്കും? ഈ മൈനസ് യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു k-1 ഇ ജെ. അതായത് ഈക്കകത്ത് നിന്ന് E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര ഈ k-1 വരേക്കുള്ള അത്രയും ആൾക്കാരെ ഞാനിങ്ങ് മൈനസ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്ത് ഇതിനേക്കാളും ചെറിയ മെഷറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ നമ്മളതിന് ഇ കെ എന്ന് വാല്യൂ കൊടുക്കുന്നു. ഇ കെ എന്ന് പറഞ്ഞ് നമ്മളതിന് പേര് കൊടുക്കുന്നു. സോ വിച്ച് മീൻസ് ന്യൂ ഓഫ് ഇ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ -1/mk ആയിരിക്കും. സോ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ m1 m2 എക്സെട്ര mn എന്ന് പറയുന്ന ഇങ്ങനെ കുറേ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ കണ്ടുപിടിക്കുമ്പം ചിലപ്പം നമുക്കത് ആ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു വാല്യൂവിന് ശേഷം ഇനി നമ്മൾ നോക്കുമ്പം നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള വേറെ സബ്സെറ്റുകളൊന്നും തന്നെ ഇല്ല. അങ്ങനെ നമുക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിനെ ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഇ മൈനസ് യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു 1 to n ഇ ജെ എന്ന് വിളിക്കുകയാണ്. അതായത് ഇപ്പം E1 E2 എക്സെട്ര ഈ n എന്ന് പറയുന്ന ഇങ്ങനെ കുറേ സബ്സെറ്റുകളാണുള്ളത്. ഇവർക്കെല്ലാം തന്നെ നെഗറ്റീവ് മെഷേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള ആൾ തപ്പി വന്നപ്പോൾ അവസാനം ENL കൊണ്ട് അവസാനിച്ചു. പിന്നെ ഈക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള ആരും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇയിൽ നിന്ന് ഞാൻ ഈ നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള എല്ലാവരുടെയും യൂണിയനെ ഞാൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി കിട്ടുന്ന സെറ്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റായിരിക്കും. ഓക്കെ, അപ്പം എ എന്തുകൊണ്ടാണ് എയുടെ എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആകാത്തത്? സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പം എയുടെ മെഷർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ 0 ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ E1 E2 എക്സെട്ര ENകളുടെയും അതേപോലെ ബാക്കി വരുന്ന എ എന്ന് പറയുന്നതിൻ്റെയും യൂണിയൻ ആയിരിക്കും. അതായത് എ യൂണിയൻ ജെ ഈക്വൽ ടു 1 to n ഇ ജെ ആണ് നമ്മളുടെ ഇ എന്ന് പറയുന്നത്. അപ്പം മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് എ പ്ലസ് മെഷർ ഓഫ് സമ്മേഷൻ ഇത്രയും ആൾക്കാരുടെയും മെഷറിൻ്റെ സമ്മേഷൻ ആയിരിക്കും നമ്മുടെ ഇ എന്ന് പറയുന്നത്. അതായത് ന്യൂ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ന്യൂ ഓഫ് എ പ്ലസ് സമേഷൻ ന്യൂ ഓഫ് ഇ ജെ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകും. ഈ ഇ ജെകളെല്ലാം തന്നെ നെഗറ്റീവ് മെഷേഴ്സ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. പക്ഷേ ഇ എന്ന് പറയുന്നതിൻ്റെ മെഷർ ഓൾറെഡി പോസിറ്റീവാണ്, അത് ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ അതൊരു പോസിറ്റീവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് നെഗറ്റീവും ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് വരും. അപ്പോൾ അതെന്തായാലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായേ പറ്റുള്ളൂ? അതൊരു പോസിറ്റീവ് വാല്യൂ ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള എല്ലാ ആൾക്കാരെയും നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ അതായത് മൈനസ് ചെയ്തു ഈക്കകത്ത് നിന്ന്. പിന്നെ ബാക്കി ആ സെറ്റിനകത്തുള്ളത് ആരൊക്കെയാണ്? എ ഉണ്ട്, പിന്നെ എയ്ക്ക് താഴെ സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ സബ്സെറ്റുകൾ അപ്പോൾ എല്ലാം തന്നെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ മെഷേഴ്സ്. ബിക്കോസ് നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള എല്ലാവരെയും തന്നെ നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നതിന് അപ്പോൾ ഒരു പോസിറ്റീവ് മെഷറായിരിക്കും. അതേപോലെ തന്നെ എയുടെ സബ്സെറ്റുകൾ എന്ന് പറയുന്നതിൻ്റെ മെഷറും പോസിറ്റീവ് ആയിരിക്കും. അപ്പം സപ്പോസ് നമ്മുടെ പ്രോസസ്സ് ഇവിടെ കൊണ്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും. ഇനി സപ്പോസ് നമ്മുടെ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, അതായത് നമ്മൾ E1 E2 E3 EN എക്സെട്ര ഇങ്ങനെ ഇൻഫൈനൈറ്റ്ലി സബ്സെറ്റുകൾ നമ്മളിങ്ങനെ നെഗറ്റീവ് മെഷേഴ്സ് ഉള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എ എന്ന് പറയുന്നതിനെ ദാറ്റ് ഈസ് ഇ മൈനസ് യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇ എന്ന് പറയുന്ന മൊത്തത്തിലുള്ളതിനകത്ത് നിന്ന് E1 E2 E3 എക്സെട്ര ഇ ഇൻഫിനിറ്റി, അതായത് ആ അത്രയും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള സബ്സെറ്റുകളെ എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇക്കകത്ത് എന്താണോ ഉള്ളത് അതിനെയാണ് ഞാനിപ്പം എ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇ എന്ന് പറയുന്നത് എന്താണ്? എയുടെയും അതേപോലെ തന്നെ ഇ കെകളുടെ യൂണിയൻ, ഇ കെകളുടെ എല്ലാത്തിൻ്റെയും യൂണിയനും കൂടിയാണ്. ഇവരെ എല്ലാത്തിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇ കിട്ടുന്നത്.
നമുക്കിതിൻ്റെ മെഷറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇയുടെ മെഷർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഈ ഒരു സമേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ ആ മൊത്തത്തിലുള്ള യൂണിയൻ്റെ മെഷർ ഞാൻ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം തന്നെ അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകത്തില്ല. അതായത് ഇവിടെ ഇതെല്ലാം തന്നെ നെഗറ്റീവ് മെഷേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഇത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ന്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ. ഇനി നമുക്കറിയാം ഇവിടെ E1, E2, E3 ഇതെല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് E1 നമ്മൾ ആദ്യം എടുക്കുന്നു, അതിനുശേഷം E2 എടുക്കുന്നത് ഇയിൽ നിന്ന് E1നെ മൈനസ് ചെയ്തുള്ള ബാക്കി സെറ്റിൽ നിന്നാണ് നമ്മൾ E2നെ എടുക്കുന്നത്. അപ്പം E1, E2, E3 എല്ലാവരും തന്നെ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ നമ്മൾ കൗണ്ടബിൾ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ന്യൂ ഓഫ് ഇ കെ എന്ന് പറയാൻ പറ്റും. സോ ന്യൂ ഓഫ് ഇ കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂ ഓഫ് ഇ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/mk ആണെന്ന് തൊട്ട് മുന്നിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് എം കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ കെ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റ് കിട്ടും, സച്ച് ദാറ്റ് ഇ കെയുടെ മെഷർ എന്ന് പറയുന്നത് -1/mk ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി -1/mk എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം സപ്പോസ് ഇപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സമേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി -1/mk എന്നാണ്. സോ സപ്പോസ് ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദാറ്റ് ഈസ് സമേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1/mk ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു കൺവേർജിങ് സീരീസ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം ഇത് കൺവേർജിങ് ആണെങ്കിൽ ഈ താഴെ കിടക്കുന്ന എം കെ എന്ന് പറയുന്നത് സപ്പോസ് എം കെ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ളയാളെന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യും. അതായത് ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജ് ആയിപ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എം കെ എന്ന് പറയുന്നത് അവിടെ കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ വാല്യൂ വലുതായി വന്നേ പറ്റുള്ളൂ. അതായത് എം കെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റ് ആണെന്നുള്ളതാണ് നമുക്കിനി കാണിക്കേണ്ടത്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന കേസ് ഈ E1, E2 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള സബ്സെറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണെന്ന് കാണിക്കണം. സോ എ പോസിറ്റീവ് സെറ്റാണെന്ന് കാണിക്കണമെങ്കിൽ എയ്ക്ക് ഏതൊക്കെ സബ്സെറ്റുകളുണ്ടോ അവരുടെയൊക്കെ മെഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് എയുടെ ഒരു റാൻഡം സബ്സെറ്റായിട്ട് നമ്മൾ ബി എ എടുക്കുന്നു. സോ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി എ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആയിരുന്നു? ഇ മൈനസ് യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു 1 to k-1 ഈ ജെയുടെ സബ്സെറ്റാണ് വേർ കെ ബിലോങ്സ് ടു എൻ. അതായത് ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, അതായത് നമ്മൾ പറഞ്ഞു ഇതാണിപ്പോൾ നമ്മളുടെ മൊത്തത്തിലുള്ള ഇ. ഇതിനകത്ത് E1, E2, E3 എക്സെട്ര En എക്സെട്ര എന്ന് പറഞ്ഞ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള ആൾക്കാരവിടെ കിടപ്പുണ്ട്. അപ്പം സപ്പോസ് ഞാൻ കെയ്ക്ക് ഇവിടെ 2 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ഇ മൈനസ് E1, ഇയിൽ നിന്ന് E1നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്ന അത്രയും സെറ്റിൻ്റെ അകത്ത് നമ്മുടെ എ ഉണ്ട്. അതുപോലെ ഇ മൈനസ് E1 യൂണിയൻ E2, ഇയിൽ നിന്ന് E1ഉം E2 മൈനസ് ചെയ്താലും ബാക്കി കിടക്കുന്ന അത്രയത്തിനകത്താണ് നമ്മുടെ എ എന്ന് പറയുന്നയാൾ കിടക്കുന്നത്. ഇനി ഇയിൽ നിന്ന് ഞാൻ ആദ്യത്തെ 3 പേരെ മൈനസ് ചെയ്താലോ ഇ മൈനസ് E1 യൂണിയൻ E2 യൂണിയൻ E3 3 പേരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ഇവരുടെ ഇടയിൽ കിടക്കുന്ന ബാക്കി സെറ്റിനകത്താണ് നമ്മളുടെ എ കിടക്കുന്നത്. അതായത് എ എന്ന് പറയുന്നത് ഇ മൈനസ് യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു 1 to k-1 ഇ ജെക്ക് അകത്തായിട്ടാണ് നമ്മളുടെ എ കിടക്കുന്നത്. അതേപോലെ നമ്മൾ എം കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? എം കെ എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പറാണ് സച്ച് ദാറ്റ് -1/mk എന്ന് പറയുന്നതിനേക്കാളും ചെറിയ മെഷറുള്ള ഒരു സെറ്റ് ഇ മൈനസ് യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു 1 to k-1 ഇ ജെക്ക് അകത്തുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ ഇ കെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇ കെയുടെ മെഷർ എന്ന് പറയുന്നത് അപ്പോൾ ആരെക്കാളും ചെറുതായിരിക്കും? -1/mk ചെറുതായിരിക്കും. അതേപോലെ തന്നെ അത് ആരുടെ താഴെയായിട്ടായിരിക്കും, ആരുടെ മുകളിലായിട്ടായിരിക്കും കിടക്കുന്നത്? -1/mk -1നേക്കാളും മുകളിലായിട്ടായിരിക്കും കിടക്കുന്നത്. കാരണം ഇപ്പം ന്യൂ ഓഫ് ഇ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ -1/mk -1 ആണെങ്കിൽ നമുക്കിവിടെ എം കെ എന്ന് പറയുന്നത് ലീസ്റ്റ് നാച്ചുറൽ നമ്പറിന് പകരം mk -1 എന്ന് പറയുന്നത് നമുക്കവിടെ ലീസ്റ്റ് നാച്ചുറൽ നമ്പറായിട്ട് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പം എം കെ ലീസ്റ്റ് നാച്ചുറൽ നമ്പർ
ആണ് സച്ച് ദാറ്റ് ന്യൂ ഓഫ് എം കെ ഈസ് ലെസ് ദാൻ -1/mk എന്ന് നമുക്ക് പറയണമെങ്കിൽ ന്യൂ ഓഫ് ഇ കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ -1/mk -1ൻ്റെയും -1/mkയുടെയും ഇടയിലായിട്ടായിരിക്കും കിടക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പം ഇ കെയുടെ മെഷർ എന്ന് പറയുന്നത് -1/mkയേക്കാളും ചെറുതാണ്. അങ്ങനെ ഉള്ള ഏറ്റവും ലീസ്റ്റ് നാച്ചുറൽ നമ്പർ mk ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പം മെഷർ ഓഫ് ഇ കെ എന്ന് പറയുന്നത് -1/mk -1 ചെറുതായിരുന്നെങ്കിൽ എനിക്ക് ആ ലീസ്റ്റ് നാച്ചുറൽ നമ്പർ mk -1 ആയിട്ട് ചൂസ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല, ഞാൻ mk ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? -1/mk -1 വലുതാണ് ന്യൂ ഓഫ് ഇ കെ, പക്ഷേ അത് -1/mkയേക്കാളും ചെറുതുമാണ്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലായിട്ടായിരിക്കും നമ്മുടെ ന്യൂ ഓഫ് ഇ കെ കിടക്കുന്നത്. അടുത്ത് നമ്മൾ മെഷർ ഓഫ് ബി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തെ ഇൻഫൈനൈറ്റ്, അതായത് നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സബ്സെറ്റുകൾ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് മെഷേഴ്സ് ഉള്ള സെറ്റിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെറ്റാണ് എ. ആ എയ്ക്കകത്തെ ഒരു സബ്സെറ്റാണ് ബി. അപ്പോൾ ഞാനിപ്പോൾ മെഷർ ഓഫ് ബി എന്നുള്ളത് നോക്കുകയാണ്. അപ്പം മെഷർ ഓഫ് ബി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ -1/mk -1 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം സപ്പോസ് മെഷർ ഓഫ് ബി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ -1/mk -1 ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്നത് ആരായേനെ? അതായത് ഇ കെ -1 ആയിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. അതായത് mk -1 എന്ന് പറയുന്ന ഒരു ലീസ്റ്റ് നാച്ചുറൽ നമ്പറാണ് സച്ച് ദാറ്റ് അതിൻ്റെ -1/mk -1 ചെറിയ മെഷറുള്ള ഒരു സബ്സെറ്റാണ് ബി. അങ്ങനെയാണെങ്കിൽ ഈ ബിയെ നമുക്ക് ഈ k -1 ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, അതായത് ഇയിൽ നിന്ന് ഞാൻ യൂണിയൻ ഓഫ് j = 1 to k -1 EJ എടുത്തു കഴിഞ്ഞാലും അതിനകത്തും ബി എന്ന് പറയുന്നയാൾ കിടപ്പുണ്ട്. അതായത് ഞാൻ E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര ഈ k -1, ഇയിൽ നിന്ന് E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര ഈ k -1 ഇത്രയും ആൾക്കാരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി കിടക്കുന്ന ആ ഒരു സെറ്റിൻ്റെ അകത്ത് നമ്മുടെ ബി എന്ന് പറയുന്നയാൾ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നതിന് ഈ k -1 ആകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മെഷർ ഓഫ് ബി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ -1/mk -1 ആയിരിക്കും. ഓക്കെ, ഇനി തൊട്ട് മുന്നിലായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു mk എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും mk ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് മൊത്തത്തിൽ 0യിലേക്കായിരിക്കും പോകുന്നത്. അതായത് മെഷർ ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ ഒരു റാൻഡം സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. അവസാനം മെഷർ ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് കിട്ടി. ഇനി ഈ കേസിലും നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞതുപോലെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും അതേപോലെ തന്നെ യൂണിയൻ ഓഫ് k = 1 to ∞ ഈ കെയുടെയും കൂടി യൂണിയനാണ്. അതായത് ഇൻഫൈനൈറ്റ് മെഷറുള്ള നെഗറ്റീവ് മെഷറുള്ള ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റുകളുടെയും എയുടെയും കൂടി യൂണിയൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഇ കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം മെഷർ ഓഫ് ഇ എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളാണ് E1 E2 എന്ന് പറയുന്നതെല്ലാം തന്നെ. അപ്പം നമുക്കിതിനെ മെഷർ ഓഫ് എ പ്ലസ് സമേഷൻ k = 1 to ∞ മെഷർ ഓഫ് ഇ കെ എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് 0യുടെയും ഇൻഫിനിറ്റിയുടെയും ഇടയിലായിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെഷർ ഓഫ് എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെറ്റാണ്. പോസിറ്റീവ് സെറ്റായിട്ട് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ കെയുടെ എല്ലാത്തിൻ്റെയും മെഷർ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നതും നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവാണ്, റൈറ്റ് സൈഡിലത്തെ ഈ വാല്യൂ നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് എ എന്ന് പറയുന്നത് എന്തായേ പറ്റുള്ളൂ? അതൊരു പോസിറ്റീവ് വാല്യൂ ആയേ പറ്റുള്ളൂ. ഓക്കെ, അതായത് മെഷർ ഓഫ് എ എന്ന് പറയുന്നത് അവിടെ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ അടുത്ത നമ്മൾ പഠിക്കുന്ന തിയറമാണ് ഹാൻഡ് ഡീകമ്പോസിഷൻ തിയറം. സോ തിയറം പറയുന്നതാണ് എക്സം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസിനെ കൺസിഡർ ചെയ്യുന്നു. ന്യൂ എന്ന് പറയുന്നത് അവിടുത്തെ സൈൻഡ് മെഷറാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് ഒരു ഹാൻഡ് ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഹാൻഡ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആയിരിക്കും. ഓൾസോ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് സെറ്റ് ആയിരിക്കും, ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആയിരിക്കും. ഇങ്ങനെ എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എക്സിനൊരു ഹാൻഡ് ഡീകമ്പോസിഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് എമ്മിന് ന്യൂ എന്ന് പറയുന്ന സൈൻഡ് മെഷർ ഉണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അവിടെ ഒരു ഹാൻഡ് ഡികമ്പോസിഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സൈൻഡ് മെഷർ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയും ഒരുമിച്ച് ന്യൂവിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പ്ലസ് ഇൻഫിനിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതിനെ നമ്മളിപ്പം ഓമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ന്യൂ എന്ന് പറയുന്ന സൈൻഡ് മെഷർ പോസിറ്റീവ് ഇൻഫിനിറ്റിയെ അറ്റൈൻ ചെയ്യുന്നില്ല അത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സപ്പോസ് നമുക്ക് എക്സ് എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെ ഞാൻ എടുക്കുകയാണ്. അതിനെ ഞാൻ പി എന്ന് വിളിച്ചു. ഓക്കെ, പോസിറ്റീവ് മെഷറുള്ള എല്ലാ സെറ്റുകളും. ഓക്കെ, അതായത് പോസിറ്റീവ് സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റുകളെല്ലാം തന്നെ മെഷർ പോസിറ്റീവായിരിക്കും. അങ്ങനെ പോസിറ്റീവ് സബ്സെറ്റുകളായിട്ടുള്ള എല്ലാവരുടെയും കളക്ഷൻ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് അതിനെ ഞാൻ പി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം ഇനി അടുത്ത് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ലാംഡ എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ദാറ്റ് ഈസ് സുപ്രീമം ഓഫ് ന്യൂ ഓഫ് ഇ വെർ ഇ ബിലോങ്സ് ടു പി. അതായത് ഈ പോസിറ്റീവ് കളക്ഷൻ ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് സെറ്റ്സിൻ്റെ കളക്ഷൻ, അതിനകത്തെ ഓരോ എലമെൻസിൻ്റെ മെഷറിനെ നമ്മൾ എടുക്കുന്നു. അപ്പം നമുക്കൊരു സീക്വൻസ് കിട്ടും. അതിൻ്റെ സുപ്രീമത്തിനെയാണ് ഞാനിപ്പം ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് എന്താ പറയുക, പോസിറ്റീവ് സെറ്റ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സിനകത്ത് പോസിറ്റീവ് സെറ്റ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പോസിറ്റീവ് ഉണ്ടെന്ന് നമുക്ക് എന്താ ഉറപ്പൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം ഇതിനകത്ത് ഫൈ എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട് അല്ലേ. അതായത് ഫൈ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഫൈ എന്ന് പറയുന്നത് പിക്കകത്തുണ്ട്. ഫൈയുടെ മെഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അപ്പോൾ ലാംഡയ്ക്ക് എന്തായാലും 0 എന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ട്, 0 എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകാം. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകാം, അല്ലെങ്കിൽ 0യേക്കാളും വലുതാകാം. സോ ലാംഡ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പോസിറ്റീവായിട്ടുള്ള എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ എടുത്തു അയാളെ പി എന്ന് വിളിച്ചു. അവരുടെയൊക്കെ മെഷറിൻ്റെ സുപ്രീമത്തെ ഞാനിപ്പോൾ ലാംഡ എന്ന് വിളിച്ചു. ആ ലാംഡ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് 0 ആകാം. കാരണം സപ്പോസ് ഇപ്പോൾ പോസിറ്റീവ് സെറ്റുകളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ കളക്ഷനകത്തെ ഒരു എലമെൻറ്റാണ്. ഫൈയുടെ മെഷർ എന്ന് പറയുന്നത് 0 സോ ലാംഡയ്ക്ക് 0 ആകാനുള്ള ചാൻസും ഉണ്ട്, അല്ലെങ്കിൽ 0യേക്കാളും വലിയ വാല്യൂ ആകാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ പോസിറ്റീവ് സെറ്റുകളിൽ, അപ്പോൾ നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സുപ്രീമമാണ്. അപ്പം ഒരു സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കൊരു സെറ്റിന് ഒരു സുപ്രീമം ഉണ്ടെങ്കിൽ ആ സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പി എന്ന് പറയുന്ന കളക്ഷൻ്റെ അകത്ത്, പോസിറ്റീവ് സെറ്റ്സിൻ്റെ കളക്ഷനകത്ത് നിന്ന് എനിക്ക് എ കെ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് സെറ്റ്സിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സച്ച് ദാറ്റ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ എന്ന് പറയുന്നത് ലാംഡയിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു വാല്യൂ ഒരു സെറ്റിൻ്റെ വാല്യൂ സുപ്രീമം, ഒരു സെറ്റിന് ഒരു സുപ്രീമം വാല്യൂ ഉണ്ടെങ്കിൽ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രീമം ആണെങ്കിൽ സീക്വൻസ് ഓഫ് പോസിറ്റീവ് സെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് അത് ഈ ലാംഡയിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഇപ്പം എ കെ എന്ന് പറയുന്നത് വേർ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, അതായത് അത്രയും സെറ്റുകളുടെ ഒരു കളക്ഷനെ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത്രയും ഒരു സീക്വൻസിൻ്റെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു സീക്വൻസിനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവരുടെയൊക്കെ യൂണിയനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് ലെറ്റ് എ ഈക്വൽ ടു യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു പ്രൊപ്പോസിഷൻ ഉണ്ട്. അതായത് ഇപ്പം ഒരു പോസിറ്റീവ് സെറ്റുകളുടെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കളക്ഷൻ ഓഫ് പോസിറ്റീവ് സെറ്റ്സ് ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് സെറ്റുകളുടെ കൗണ്ടബിൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതും ഒരു പോസിറ്റീവ് സെറ്റ് തന്നെയായിരിക്കും. ഈ എ കെകളെല്ലാം തന്നെ പോസിറ്റീവ് സെറ്റായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ കൗണ്ടബിൾ യൂണിയൻ ഓഫ് പോസിറ്റീവ് സെറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റായിട്ട് നമുക്ക് കിട്ടി. സോ എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നതാണ് ഈ പോസിറ്റീവ് സെറ്റുകളുടെയൊക്കെ മെഷറിൻ്റെ സുപ്രീം. ഓക്കെ, അതായത് പോസിറ്റീവ് സെറ്റിൻ്റെ ഒക്കെ മെഷറിൻ്റെ ഏറ്റവും വലിയ വാല്യൂവിനെയായിട്ടാണ് നമ്മളിപ്പോൾ ലാംഡ എടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് എ എന്ന് പറയുന്നതിനേക്കാളും ഈക്വലോ വലുതോ ആയിരിക്കും നമ്മുടെ ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് എന്ന് കിട്ടും. ഞാൻ നമുക്കറിയാം, അതായത് ഇപ്പം എ മൈനസ് എ എന്ന് പറയുന്നത് എയുടെ തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നത് ഈ ഓരോ എന്നുകളുടെയും യൂണിയൻ്റെ ആകെത്തുകയാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ന് എ എന്ന് പറയുന്ന ഒരാളെ ഞാനിപ്പോൾ മൈനസ് ചെയ്യാൻ വിചാരിക്കുക. വേർ എൻ ബിലോങ്സ് ടു
n ബിലോങ്സ് ടു ക്യാപിറ്റൽ, അതായത് നാച്ചുറൽ നമ്പറിൽ ഏതെങ്കിലും A-A1 എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, A-A2 എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതൊരു പോസിറ്റീവ് സെറ്റാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും മെഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് മെഷർ ഓഫ് A മൈനസ് A എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്കറിയാം എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് AK യൂണിയൻ A മൈനസ് AK. നമുക്കിങ്ങനെ എഴുതാമല്ലോ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AKയുടെയും A-AKയുടെയും യൂണിയനായിട്ട് നമുക്ക് A എഴുതാം. സോ A-AK എന്ന് പറയുന്നതും AK എന്ന് പറയുന്നതും രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ മെഷർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂ ഓഫ് A എന്ന് പറയുന്നത് ഈക്വൽ ടു ന്യൂ ഓഫ് AK പ്ലസ് ന്യൂ ഓഫ് A-AK എന്ന് നമുക്ക് കിട്ടും. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് AK ആയിരിക്കും. അതായത് ന്യൂ ഓഫ് A-AK എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുടെ സമ്മ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആരെക്കാളും വലുതായിരിക്കും? ന്യൂ ഓഫ് AKക്കാളും വലുതായിരിക്കും. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് ന്യൂ ഓഫ് A ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് AK എന്ന് നമുക്ക് കിട്ടി. സപ്പോസ് ഞാൻ രണ്ടിടത്തും ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂ ഓഫ് A ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂ ഓഫ് AK. അപ്പോൾ നമുക്ക് ഇവിടെ K എന്ന് പറയുന്ന വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് തന്നെയായിരിക്കും? ന്യൂ ഓഫ് A തന്നെയായിരിക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂ ഓഫ് AKനെയാണ് നമ്മൾ സുപ്രീമും ലാംഡയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ന്യൂ ഓഫ് A ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K എന്ന് കിട്ടി. സോ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് കിട്ടി, അതായത് ന്യൂ ഓഫ് A ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. ഇവിടെ ന്യൂ ഓഫ് A ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. സോ രണ്ടും കൂടി നമുക്ക് അപ്ലൈ ചെയ്താൽ ന്യൂ ഓഫ് A ഈക്വൽ ടു ലാംഡ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടെ നമ്മൾ ന്യൂ എന്ന് പറയുന്ന നമ്മുടെ സൈൻഡ് മെഷർ പോസിറ്റീവ് ഇൻഫിനിറ്റി അസ്യൂം ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ലാംഡ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോവില്ല, അതിൻ്റെ താഴെയായിട്ടായിരിക്കും നിൽക്കുന്നത്. ദാറ്റ് ഈസ് ലാംഡ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് A എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെറ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഹാൻഡ് ഡീകമ്പോസിഷൻ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ B എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെറ്റും കൂടി നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം B ഡിഫൈൻ ചെയ്യാണ്. മൊത്തത്തിലുള്ള എക്സിൽ നിന്ന് Aയെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാവരെയും ഞാനിപ്പോൾ B എന്ന് വിളിച്ചു. നമുക്ക് കാണിക്കേണ്ടത് B എന്ന് പറയുന്നത് നെഗറ്റീവാണെന്ന് കാണിക്കണം. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുന്നു B ഈസ് നോട്ട് നെഗറ്റീവ്. B നെഗറ്റീവ് അല്ലെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ B നെഗറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? Bക്കകത്ത് പോസിറ്റീവ് മെഷേഴ്സ് ഉള്ള ഏതോ കുറച്ച് സബ്സെറ്റുകൾ കിടപ്പുണ്ട്. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ഹാൻസ് ലെമ്മയ്ക്കകത്ത് പഠിച്ചത് എന്തായിരുന്നു? ഹാൻസ് ലെമ്മ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് സപ്പോസ് 0യ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ മെഷർ ഉണ്ടെങ്കിൽ ആ ഇക്ക് സബ്സെറ്റായിട്ട് ഒരു A എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് A ഈസ് എ സബ്സെറ്റ് ഓഫ് E ആൻഡ് ന്യൂ ഓഫ് A എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓൾസോ A എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റും ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഹാൻസ് ലെമ്മയ്ക്കകത്ത്. അപ്പോൾ ഇവിടെ അസ്യൂം ദാറ്റ് B എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റ് അല്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മെഷേഴ്സ് ഉള്ള ഏതോ കുറച്ച് സബ്സെറ്റുകൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സപ്പോസ് അങ്ങനെ പോസിറ്റീവ് മെഷറുള്ള ഒരു സെറ്റിനെയാണ് ഞാനിപ്പം E എന്ന് വിളിച്ചു. സോ E എന്ന് പറയുന്നത് Bയുടെ സബ്സെറ്റാണ്. ഓൾസോ ന്യൂ ഓഫ് E എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഐ മീൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഹാൻസ് ലെമ്മ വെച്ചിട്ട് ഈക്കകത്ത് ഒരു സബ്സെറ്റ് E നോട്ടിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദെയർ എക്സിസ്റ്റ് ആൻഡ് E നോട്ട് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് E വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് B നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് E നോട്ട് എന്ന് പറയുന്നതിന് പോസിറ്റീവ് മെഷറായിരിക്കും, അതേപോലെ തന്നെ E നോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റും ആയിരിക്കും. ഓക്കെ, ഇനി അപ്പം നമുക്കറിയാം തൊട്ട് മുന്നിലായിട്ട് A എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെറ്റായിട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ E നോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റായിട്ട് കിട്ടി. അതായത് A യൂണിയൻ E നോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണ്. കാരണം കൗണ്ടബിൾ യൂണിയൻ ഓഫ് പോസിറ്റീവ് സെറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം A യൂണിയൻ E നോട്ടിൻ്റെ മെഷർ എടുക്കുകയാണ്. അപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? അതായത് A യൂണിയൻ E നോട്ട് എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു സെറ്റ്, E നോട്ട് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് എയെ മൈനസ് ചെയ്തു. ഇതാണ് മൊത്തത്തിൽ നമ്മുടെ A എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് മൊത്തത്തിലെ എക്സിൽ നിന്ന് എയെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ E നോട്ട് ഇപ്പോൾ കിടക്കുന്നത്. അതായത് എയും E നോട്ടും ഡിസ്ജോയിൻ്റ് ആണ്. അതായത് നമുക്കിവിടെ ന്യൂ ഓഫ് A പ്ലസ് ന്യൂ ഓഫ് E നോട്ട് എന്ന് പറയാനായിട്ട് പറ്റും.
അപ്പോൾ ന്യൂ ഓഫ് എ ഈക്വൽ ടു ലാംഡയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇതിനെ നമുക്കിപ്പം വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് ന്യൂ ഓഫ് ഇ നോട്ട് എന്ന് പറയാം. സോ ന്യൂ ഓഫ് ഇ നോട്ട് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ലാംഡ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എ യൂണിയൻ ഇ നോട്ട് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെറ്റിൻ്റെ മെഷർ ഇപ്പം ലാംഡയേക്കാളും വലുതായിട്ട് കിട്ടി. പക്ഷേ ലാംഡ എന്ന് പറയുന്നതാണ് പോസിറ്റീവ് സെറ്റുകളുടെ ഒക്കെ തന്നെ മെഷറിൻ്റെ സുപ്രീമമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീമത്തെക്കാളും വലിയ മെഷറുള്ള ഒരു പോസിറ്റീവ് സെറ്റ് ഉണ്ടെന്ന് നമ്മളിപ്പം കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. സോ എന്ത് അസ്യൂം ചെയ്തപ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്? ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റ് അല്ല എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തപ്പോഴാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്. വിച്ച് ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് കിട്ടിയത്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും യൂണിയനാണ്. അതേപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. കാരണം ബി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മിച്ചം വരുന്ന ആരാണോ അവരെയാണ് നമ്മൾ ബി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ഇൻ്റർസെക്ഷൻ ഫൈ ആണ്. യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എ എക്സ് തന്നെ നമുക്ക് കിട്ടും. അതേപോലെ എ എന്ന് പറയുന്നത് പോസിറ്റീവ് സെറ്റാണ്, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് സെറ്റാണ്. സോ നമുക്ക് എയും ബി എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ഡീകമ്പോസിഷൻ ഓഫ് എക്സ് ആയിട്ട് പറയാൻ പറ്റും.